ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ആണ്. ഇപ്പോൾ വെജിറ്റബിൾ കറിയാണ്, കോളിഫ്ലവർ വെച്ച്. അത് 2 ടൈപ്പിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് ഇച്ചിരി ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു 1/2 hour വെച്ചിട്ട് എന്നിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കോളിഫ്ലവറെല്ലാം അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് നേരം വെച്ചു. അടുത്ത പച്ചക്കറി എല്ലാം അരിഞ്ഞ് വെച്ചു. 2 രീതിയിൽ, ഒന്ന് എരിവുള്ളതും എരിവില്ലാത്തതും. അപ്പോൾ എരിവില്ലാത്തതിനകത്ത് ഞാൻ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. കോളിഫ്ലവർ കഴുകി എടുത്ത് വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്ത് പട്ട, ഗ്രാമ്പ്, പെരുംജീരകവും എല്ലാം ഇട്ടു. കറിവേപ്പിലയും പച്ചമുളകും, ഒരു പച്ചമുളക് ചെറിയ ഒരു പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ കൂടെ സബോള ഇട്ട് നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ സബോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഉപ്പും മഞ്ഞളും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സബോള ഇച്ചിരി വഴണ്ട് കഴിഞ്ഞപ്പം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും തക്കാളിയും ബീൻസും എത്രയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതിൻ്റെ കൂടെ അത് ആവി കയറി കഴിഞ്ഞപ്പോൾ കോളിഫ്ലവർ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടതാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിൻ്റെ കൂടെ മസാലപ്പൊടി എന്ന് വെച്ചാൽ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അതും ഗരം മസാല ഇച്ചിരിയേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ടൊരു ശകലം വെള്ളം കൂടെ ഒഴിച്ച് ഇച്ചിരി നേരം അടച്ച് ആവിയിൽ വേവിക്കണം. മസാലയും എരിവും ഒക്കെ ഒത്തിരി ചെല്ലുമ്പം അത് പിടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച്. ഇച്ചിരി നേരം അടച്ച് വെച്ച് കഴിഞ്ഞ് തുറന്ന് ഒന്ന് ആവി കഴിയുമ്പോൾ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വേവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് അടുത്ത സ്റ്റവിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് എരിവുള്ള കറി ഉണ്ടാക്കാം. ഇത് ഇച്ചിരി ഗരം മസാലയൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് ചേർക്കുന്നില്ല, മുളക് പൊടിയാണ് ചേർക്കുന്നത്. സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴണ്ട് കഴിഞ്ഞിട്ട് തക്കാളിയും എല്ലാം ചേർത്ത് കൊടുക്കണം. ഞാൻ എപ്പോഴും സബോള ഇട്ട് കഴിഞ്ഞ് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കും, അത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി. എന്നിട്ട് തക്കാളി ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ, പച്ച പട്ടാണി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എരിവില്ലാത്ത മസാല അതൊന്നും ചേർക്കാത്ത കറി റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ലാസ്റ്റ് ഒഴിച്ച് കൊടുത്തു, അത് ഇറക്കി. ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്രയും കൂടെ ആവശ്യത്തിനുള്ള എരിവ് ചേർത്ത് ഉണ്ടാക്കാം. ഈ മുളക് പൊടിയുടെ കളർ ഭയങ്കരമാണ്, അതുകൊണ്ടാണ് അത് ഇത്രയും കളർ തോന്നിക്കുന്നത്. പക്ഷെ വലിയ എരിവില്ലായിരുന്നു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ അടച്ച് വേവിക്കുക. വൈകിട്ട് ചപ്പാത്തിക്കാണ് ഇത്, ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ്. ഞങ്ങളിപ്പോൾ ചപ്പാത്തിക്കാണ് ഇത് രണ്ടും ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പ് ഡയറ്റിങ്ങില്ല, അതുകൊണ്ട് ഇത് മാത്രമാണ് വൈകിട്ട് കഴിക്കുന്നത്. ഇതും സലാഡും കൂടെ നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ചപ്പാത്തിക്കായതുകൊണ്ട് ഇത്ര ഗ്രേവി ഇല്ലാതെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ കോളിഫ്ലവർ കറി എരിവുള്ളതും എരിവില്ലാത്തതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.